ഹായ് ഓൾ. അങ്ങനെ മക്കത്ത് ഉംറയും സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ മദീനത്തേക്ക് പുറപ്പെടുകയാണ്. മദീനത്തേക്ക് പുറപ്പെടുന്ന വഴിയിൽ തന്നെയാണ് ബദർ യുദ്ധം നടന്ന ബദർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ അവിടെയും ഇറങ്ങി. ബദർ യുദ്ധം നടന്ന സ്ഥലം കാണാൻ വേണ്ടി അവിടെ ഒന്ന് ഇറങ്ങി. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക യുദ്ധം നടന്ന സ്ഥലമാണ് ബദർ. ഇസ്ലാമിലെ ആദ്യത്തെ വിജയം എന്നുവരെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 313 സഹാബികളും മക്ക ഖുറൈശികളുടെ ഭാഗത്തു നിന്നും 1000-ഓളം മുശ്രിക്കീങ്ങളും തമ്മിൽ നടന്ന യുദ്ധമാണ് ബദർ. അവിടെയാണ് ഇസ്ലാമിൻ്റെ വിജയത്തുടക്കം. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ മദീനയിലേക്ക് യാത്രയായി. പിന്നെ ഞങ്ങൾ മദീനയിലെത്തി പരിശുദ്ധമാക്കപ്പെട്ട റൗള ഷരീഫിൻ്റെ അടുത്തേക്കുള്ള യാത്രയിൽ. മദീനയിലെ മസ്ജിദ് നബവിയിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുസ്ലിങ്ങൾക്കും റൗള ഷരീഫ് കാണുവാനും അവിടെ പോയി സലാം പറയുവാനും തൗഫീക്ക് നൽകണമേ. മസ്ജിദ് നബവിയുടെ പുറത്തു നിന്നും കാണുന്ന ആ പച്ചക്കുബ്ബ, അത് കാണുമ്പോൾ എല്ലാവർക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ കാണപ്പെടുന്നത്. ഒട്ടനവധി പ്രവാചകന്മാരും സ്വഹാബികളും നമസ്കരിച്ച ഭൂമി എന്ന പ്രത്യേകതയും കൂടി മസ്ജിദ് നബവിക്കുണ്ട്. ഇസ്ലാമിലെ പരിശുദ്ധമായ മൂന്നാമത്തെ പള്ളി കൂടിയാണ് മസ്ജിദ് നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മറവിട്ട് കിടക്കുന്നു. ചരിത്രവും വിശ്വാസവും ഒന്നിക്കുന്ന പരിശുദ്ധ സ്ഥലം. ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ള ഒരു സംഭവമാണ് ഈ കുടകൾ. വെയിൽ സമയത്ത് അത് തുറക്കുകയും വെയിൽ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായി അടയുകയും ചെയ്യുന്ന ആ സംവിധാനം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റൗള ഷരീഫിൻ്റെ അകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽപ്പെട്ട സ്ഥലമാണെന്ന്. അതാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇന്നത് പച്ച നിറത്തിലുള്ള കാർപ്പറ്റുകൾ പിരിച്ചാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും ദുആ ചെയ്താലും വളരെയധികം പുണ്യമൊക്കപ്പെടുന്ന സ്ഥലമാണ്. റൗള ഷരീഫിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആത്മസമാധാനവും കണ്ണു നിറയ്ക്കുന്ന അനുഭവവും വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതുമാണ്. അള്ളാഹു നമ്മളെ എല്ലാവർക്കും വീണ്ടും വീണ്ടും അവിടെ പോകുവാനും അവിടെ പോയി നമസ്കരിക്കുവാനും ദുആ ചെയ്യുവാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. മക്കയും മദീനയും കാണാത്തവർക്കും അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടെ പോയി റൗള ഷരീഫ് കാണുവാനും മക്കത്ത് പോയി കഅബ ഷരീഫ് കണ്ട് അവിടെ കൺകുളിരൊക്കെ ദ്വാരിക്കുവാനും അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.